ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. ഇത് കണ്ട നല്ല പഴുത്ത വരിക്കച്ചക്ക, നല്ല മധുരമുള്ള ചക്ക, പഴുത്ത ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിതുകൊണ്ട് ചക്ക ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. ഇതൊരു 1/2 കിലോ ചക്കയുണ്ട്. കുരുവൊക്കെ കളഞ്ഞെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു 1/2 കിലോയോളം ഉണ്ട്. അപ്പം നമുക്കിതുകൊണ്ട് ഐസ്ക്രീം തയ്യാറാക്കാം. ഇതാദ്യം നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. ചക്കച്ചുളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്തിടുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമല്ലോ. അപ്പം നമുക്കിത് അരച്ചു കൊണ്ടുവരാം. ചക്ക നല്ലതുപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചക്കയിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 100 ml കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുള്ളൂ ഇതിലേക്ക്. കാരണം നമ്മുടെ ചക്കയ്ക്ക് നല്ല മധുരമുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ചേർത്താൽ മതി. മധുരം കുറവുള്ള ചക്കയാണെങ്കിൽ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർക്കേണ്ടി വരും. മിൽക്ക് മെയ്ഡെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയും മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് ഒരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചക്ക അരയ്ക്കുമ്പം വെള്ളമോ പാലോ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ചക്ക മാത്രമാണ് അരച്ചെടുക്കേണ്ടത്. ചെറിയ തരിയായിട്ട് അവിടെ ഇവിടെയൊക്കെ ചക്ക അരയാതെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ വായിൽ ഓരോ ചക്കയുടെ പീസ് കടിക്കാനൊക്കെ കിട്ടിയാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിൽ വെക്കാം. അടുത്ത നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കയും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്ക അരച്ചതും വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചക്ക ഞാനിവിടെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഐസ്ക്രീം ഫ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു സ്ക്വയർ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെയെങ്കിലും ഫ്രീസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഐസ്ക്രീം എടുത്ത് ഉപയോഗിക്കാം. നമ്മളിതിന് ഫുഡ് കളറും പ്രിസർവേറ്റീവും ഒന്നും ചേർക്കുന്നില്ല. ഇത് നാച്ചുറൽ കളറാണ് കേട്ടോ. വേറെ പ്രിസർവേറ്റീവോ ഫുഡ് കളറോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്നതുകൊണ്ട് ഈ യെല്ലോ കളറൊന്നും കിട്ടില്ല. ഇത് നാച്ചുറൽ കളറാണ്. ഇനി നമുക്കിതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 4 തൊട്ട് 5 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ചക്ക ഐസ്ക്രീം ഫ്രീസറിലൊക്കെ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി കവർ അഴിച്ച് മാറ്റിയെടുക്കാം. ഇതാക്കണ്ട. നമുക്കിനി സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതുണ്ടോ? അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ചക്ക ഐസ്ക്രീം, നാച്ചുറൽ ഐസ്ക്രീം
റെസിപ്പി ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.